അനിയുഹാസിയോ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവർക്ക് എന്താ പറ്റിയെന്ന്. ആക്ച്വലി ഇതൊരു കൊറിയൻ വേർഡാണ്. ഹായ് ഹലോ എന്ന് പറയുന്ന മീനിങ് വരുന്ന ഗ്രീറ്റിംഗ് എന്ന മീനിങ് വരുന്ന ഒരു കൊറിയൻ വേർഡാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാണ് ഞാൻ എന്താണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഇതൊരു ബുക്ക് റിവ്യൂ ഒന്നുമല്ല. ആക്ച്വലി ഇത് ആക്സിഡൻ്റലി ഞാൻ ഈ ബുക്ക് കണ്ടപ്പോൾ ഞാൻ ഇത് വായിച്ച് തുടങ്ങിയതാണ്. ശരിക്കും ഇത് വായിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ BTS, K-pop, കൊറിയൻ ബ്യൂട്ടി പ്രോഡക്ട്സ്, പിന്നെ നമ്മുടെ ഗണ്ണം സ്റ്റൈൽ ഡാൻസ് ഒക്കെ ഇല്ലേ, അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഇത് ആ ഒരു കൊറിയൻ വേവിനെയൊക്കെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റിയത്. ഇതെന്ന് വെച്ചാൽ ഇന്ത്യക്കാരായ ഒരു കപ്പിൾ അവർ ഇവിടെ നിന്ന് അവരുടെ വർക്കിൻ്റെ ഭാഗമായി കൊറിയയിൽ പോയി അവിടെ താമസിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തേക്കുന്ന ഒരു ബുക്കാണ്. അപ്പോൾ ഇതിലൊരു റഫ്ലി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊറിയൻ വേവിനെയൊക്കെ കുറിച്ച് ഞാനൊരു സമയം ഇത് ഓരോരുത്തർ ഇൻട്രസ്റ്റ് ആണ്, മാഡ്നസ് ആണെന്നൊക്കെ വിചാരിച്ച് പുച്ഛിച്ച് തള്ളിയ സമയങ്ങളുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഈ ബുക്ക് വായിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. ശരിക്കും കൊറിയ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആദ്യം തന്നെ അവരുടെ ഡിസിപ്ലിൻ. 18 to 28 ഇയേഴ്സിനകത്തുള്ള ആൺകുട്ടികൾക്ക് 18 to 21 മന്ത്സിൽ ഒരു മാൻഡേറ്ററി മിലിറ്ററി ട്രെയിനിങ് ആ കൺട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഒരു ഡിസിപ്ലിൻ അവർക്ക് വരുന്നതെന്ന് അറിയാൻ വയ്യ. ബട്ട് സ്റ്റിൽ അവർ ഹൈലി ഡിസിപ്ലിൻഡ് ആണ്. അതും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സാംസങ്, LG, ഹിൻഡായി അങ്ങനത്തെ കമ്പനീസ് ഉണ്ടല്ലോ, ഇതെല്ലാം കൊറിയൻ കമ്പനീസാണ്. അപ്പം ഈ കമ്പനീസിനെ ചേബോൾസ് എന്നാണ് അവിടെ പറയുന്നത്. ഇവരെ ഗവൺമെൻറ് നന്നായി സപ്പോർട്ട് ചെയ്യും. ഇത് മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു കൊറിയൻ കൾച്ചർ വേവ് ഉണ്ടല്ലോ, ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വരെ അവിടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുണ്ട്. മാത്രമല്ല അവിടെ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഒരു കോമ്പറ്റീറ്റീവായ അറ്റ്മോസ്ഫിയർ ആണ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ. ഒരു 3 യൂണിവേഴ്സിറ്റി ഉണ്ട് കറക്റ്റ്. അവർ ഭയങ്കര എലൈറ്റ് ആയിട്ട് നമ്മളിവിടെ IIT, IIM എന്നൊക്കെ പറയുന്ന പോലെ അവിടെയുണ്ട്. അതിലേക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് കുട്ടികളെ ആദ്യമേ പഠിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഈ കൊറിയൻസ്. അത് ഒരു സ്ട്രെസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. അതിൻ്റെ കൂടെ പക്ഷേ അവർ അത് മാത്രമല്ല, അക്കാഡമിക്സ് മാത്രമല്ല, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് മസ്റ്റാണ്. അതിൻ്റെ കൂടെ സ്പോർട്സും മസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഒളിമ്പിക്സിൽ അവർ നന്നായി പെർഫോം ചെയ്യുന്നത്. ഹൈ സിവിക് സെൻസും അതിൻ്റെ കൂടെ കൺട്രി ഫസ്റ്റ് ആറ്റിറ്റ്യൂഡും ആണ് അവരുടെ ഒരു സ്പെഷ്യാലിറ്റി ജനറലി. അപ്പോൾ കൊറിയൻസിൻ്റെ നിന്ന് നമുക്ക് കുറച്ച് നല്ല ക്വാളിറ്റീസ് അവരിൽ നിന്നും കണ്ടുപിടിക്കാനുണ്ട്. നോട്ട് ഓൺലി ദെയർ ബ്യൂട്ടി പ്രോഡക്ട്സ്, പക്ഷേ ടോട്ടലി കുറച്ച് നല്ല ക്വാളിറ്റീസ് ഉണ്ട്. ഒരു കോളനിയിൽ നിന്നും ഇത്രയും ഡെവലപ്ഡ് ആയ ഒരു കൺട്രി, വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു കൺട്രിയായി അത് മാറണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അത്രയും നന്നായി പ്രവർത്തിച്ച കൈകളും കാണും. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പേരിൽ ഓഫ് കോഴ്സ് നമ്മുടെ രാജ്യം ഒരു കോളനി തന്നെയായിരുന്നു. പക്ഷേ ഡെമോഗ്രാഫിക് വൈസ് നല്ല ഡിഫറൻസ് ഉണ്ട്. ഇന്ത്യ ഹൈലി പോപ്പുലേറ്റഡ് ആണ്, മാത്രമല്ല ഡൈവേഴ്സ് ആണ്. അവിടെ ആ ഒരു കാര്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എക്സ്ക്യൂസ് വേണമെങ്കിൽ പറയാം. പക്ഷേ കുറേ ക്വാളിറ്റീസ് അവരിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. ഇത്രയും വാദൂരാതെ പൊക്കി പറയുമ്പോഴും എല്ലായിടത്തും ഉള്ള പോലെ ചെറിയ ചെറിയ ഇഷ്യൂസ് അവിടെ ഉള്ളതാണ്. എന്ന് വെച്ചാൽ സ്മോക്കിംഗ്. അവിടുത്തെ ഒരു മീൻസ് ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരും സ്മോക്കിംഗ് ഹാബിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. പ്ലസ് അവർ ഇപ്പോൾ ഒരു യങ് ജനറേഷൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റീസ് എടുക്കുന്നതിൽ നിന്ന് വിമുഖത കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ട് തന്നെ ജപ്പാനെ പോലെ ഒരു ഏജിങ് പോപ്പുലേഷൻ കൊറിയയും ആകും എന്നാണ് ഒരു പ്രവചനം വരുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് അത്രയൊക്കെ ഉള്ളൂ. കുറച്ച് സമയത്തിൽ കുറേ കാര്യങ്ങൾ. താങ്ക് യു, ബൈ.